കഴിഞ്ഞ 2 മാസക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തുഫാൻ എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ലഹരിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ കൈകോർത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ആ ഒരു മൂവ്മെൻ്റാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഒരു വിപത്തിൽ നിന്നും വരും തലമുറയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. നമ്മുടെ നാടിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. വളർന്നു വരുന്ന തലമുറയിൽ ഒരാൾ പോലും നമുക്ക് നഷ്ടപ്പെടാനായിട്ടിടയാവരുത്. ഒരാളെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ നാടിനുള്ള, നമ്മുടെ രാജ്യത്തിനുണ്ടാവുന്ന നഷ്ടമാണ് എന്നുള്ള ഒരു പ്രാധാന്യത്തോടു കൂടി ലഹരിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ കൈകോർത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനൻ ടിവിയും ഇന്ന് അവരുടെ ഈ കാര്യത്തിലുള്ള ഒരു പിന്തുണയും ഈ കാര്യത്തിലുള്ള ഒരു പ്രതിബദ്ധതയും ഒക്കെ കൊണ്ടാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഉടനീളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടെ മറ്റ് ആളുകളുടെ സഹകരണത്തോടു കൂടി ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടിയുമായി മുമ്പോട്ട് പോകുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയെ, അവരെ ഇല്ലെന്നാക്കി കളയുന്ന ലഹരിയിലേക്ക് ഒരാൾ പോകുമ്പോൾ അയാൾ അതോടുകൂടി തീരുകയാണ്. അയാൾ തീരുമ്പോൾ അയാളുടെ കുടുംബത്തിന് നഷ്ടമാണ്. അയാൾക്കുടെ കുടുംബത്തിനുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് സമൂഹത്തിനുണ്ടാവുന്ന നഷ്ടമാണ്. ആ രീതിയിൽ ഒരു വ്യക്തി ഏതെല്ലാം തരത്തിൽ നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യേണ്ടവരാണ്, ആ എല്ലാ നന്മകളും ഇല്ലെന്നാകുന്നു എന്നുള്ളത് മാത്രമല്ല, ആ വ്യക്തി സമൂഹത്തിനൊരു ബാധ്യതയായി മാറുകയാണ്. നമുക്ക് എത്രയോ ബാധ്യതയായി മാറിയിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് റീ അഡിക്ഷൻ സെൻ്ററുകളിൽ കൂടി നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള നിരവധിയായ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെല്ലാം ഓരോ കുടുംബത്തിൻ്റെ നെടും തൂണുകളായി നിൽക്കേണ്ടവരാണ്. പല ആളുകളെയും നമ്മൾ കാണുമ്പോൾ സുബോധം നഷ്ടപ്പെട്ട, സ്വന്തമായി ചിന്തിക്കാൻ കഴിയാത്ത, സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വെറും പാവകളെ പോലെ കസേരകളിൽ ഇരിക്കുന്ന റീ അഡിക്ഷൻ സെൻ്ററുകളിൽ കഴിയുന്ന ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ എങ്ങനെ ഇങ്ങനെയായി തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ലഹരിയുടെ ഒരു വലിയ നീരാളി പിടുത്തത്തിൽ തകർന്നു പോകുന്ന ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു തകർച്ചയിലേക്ക് നമ്മുടെ സമൂഹം പോകുവാൻ പാടില്ല. ഒരു വ്യക്തി പോലും അങ്ങനെ തകർന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെതിരെ നമുക്ക് നിലപാടെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് കഴിയണം. എല്ലാവരും ഈ കാര്യത്തിൽ ഞാൻ ഇതിന് എതിരായി പോരാടുന്ന ഒരു വലിയ പോരാളിയാണ് എന്നുള്ള നിലയിൽ അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. 2-3 തലങ്ങളിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒന്ന്, ലഹരി പദാർത്ഥങ്ങൾ എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൻ്റെ ഉറവിടത്തിൽ തന്നെ അതിനെതിരെ ഉള്ള നിയമ നടപടികൾ സ്വീകരിച്ച് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ശിക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. അവരെ ജയിലിലടയ്ക്കാൻ കഴിയണം. ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ സാധനങ്ങൾ നമുക്കറിയാം. ഇതിൻ്റെ ഒരു സ്വാധീനം വളരെ വലുതാണ്. ഇന്ന് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ആയുധങ്ങളും സ്വർണവും ഒക്കെ കള്ളക്കടത്ത് നടത്തുന്നതിനേക്കാൾ വലിയ തോതിലാണ് ഇന്ന് ലഹരി വസ്തുക്കളുടെ കള്ളക്കടത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആഗോള തലത്തിൽ ലഹരി വസ്തുക്കളുടെ ആ ഒരു കടത്തും അതിൻ്റെ ഒരു വിപണനവും ഒക്കെ എത്രയോ വലുതാണ് എന്നുള്ളതാണ്. എത്രയോ കോടിക്കണക്കിന് തുകയുടെ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളാണ് അതിനകത്ത് നടക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു വലിയ വ്യാപകമായ ഒരു മേഖലയാണിത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രാദേശികമായി മാത്രമല്ല, പ്രാദേശികമായും ദേശീയമായും അന്തർദേശീയമായിട്ടുമെല്ലാം നോക്കിയെങ്കിൽ മാത്രമേ നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഇടപെടലും ആ തരത്തിൽ നിയമപരമായ നിലയിൽ ഇതിനെ കണ്ടുപിടിച്ച് നമുക്ക് നിയമപരമായി ശിക്ഷിച്ച് ഈ ഏർപ്പാടിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ശിക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സമീപനം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിനെതിരെ കൈകോർത്ത് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആരെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ ആ ആളുകൾ നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ പുനരധിവാസവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. ആ ഒരു നിലയിൽ ഈ സമൂഹത്തെ
രക്ഷപ്പെടുത്താൻ കഴിയണമെന്നുള്ള വലിയ ഒരു ആഹ്വാനവുമായിട്ടാണ് ലഹരിക്കെതിരെയുള്ള ഈ മൂവ്മെൻറ്റ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ദീർഘമായി പോകുന്നില്ല. ഇവിടെ വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദവും അവരുമായിട്ടുള്ള ഒരു ആശയവിനിമയവുമാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ഉദ്ഘാടന പ്രസംഗം ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ജനം TV-യുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയും സംവാദവും സംഘടിപ്പിക്കാൻ തയ്യാറായി എന്നുള്ള കാര്യത്തിൽ ജനം TV-യുടെ പ്രത്യേകിച്ച് ഇടുക്കിയിലെ ബ്യൂറോ ചീഫ് സുബിൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വേദി ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ജിജി സാറിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇത്തരത്തിലുള്ള പരിപാടികൾ സമൂഹത്തിന് വലിയ മാതൃകയായി മാറട്ടെ. വലിയ ഒരു ബോധ്യം വളർന്നു വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഇത് കാരണമായി തീരട്ടെ. ഇതിന് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.